നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക തൊടുകുറി ന്യൂമറോളജി റീഡിംഗ് ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത നമ്പറുകളാണ്. ആദ്യത്തെ സെറ്റിൽ വരുന്നത് 69 എന്ന സംഖ്യയും രണ്ടാമത്തെ സെറ്റിൽ വരുന്നത് 96 എന്ന സംഖ്യയുമാണ്. ഈ രണ്ട് സംഖ്യകളും സാധാരണ നമ്പറുകളല്ല. സംഖ്യാശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയ വൈബ്രേഷൻ ഉള്ള രണ്ട് ശക്തമായ നമ്പർ കോമ്പിനേഷനുകളായിട്ടാണ് ഈ നമ്പറുകളെ കണക്കാക്കുന്നത്. ഒരു നമ്പർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, അവസരങ്ങൾ, ബന്ധങ്ങളിൽ മാറ്റങ്ങൾ എന്നിവ കൊണ്ടുവരുന്ന സൂചന നൽകുമ്പോൾ മറ്റൊരു നമ്പർ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി പുതിയ തുടക്കങ്ങളിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മനസ്സിൽ ഒരു ആഗ്രഹം വെച്ച് ഈ രണ്ട് നമ്പറുകളിൽ നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പർ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെയും വരാനിരിക്കുന്ന മാറ്റങ്ങളെയും കുറിച്ച് ചില സൂചനകൾ നൽകും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ജോഡി നമ്പറിനെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതായത് ഈ രണ്ട് നമ്പറുകളിൽ നിന്ന് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ വരും ദിവസങ്ങളിലെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ആ നമ്പറുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. ആ സൂചനകൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് നിങ്ങൾ തന്നെയാണ് ഒരു പുനർവ്യാഖ്യാനം ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മളെ തേടി വരുന്ന മാറ്റങ്ങളുടെ സൂചനകൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ അവസരങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു തൊടുകുറി വീഡിയോ മാത്രമല്ല എന്നത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഈ റീഡിങ്ങിനെ വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും കാണുന്നുവെങ്കിൽ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇനി സമയം കളയാതെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നമ്പർ തിരഞ്ഞെടുക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് നമ്പറുകളിൽ നിന്ന് ഒരു സെറ്റ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ തൊടുകുറി സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള റീഡിങ്ങിലേക്ക് വിശദമായിട്ട് കടക്കാം. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ നമ്പർ സെറ്റ് ആയിട്ടുള്ള 69 ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു വലിയ മാനസിക സംഘർഷത്തിലൂടെയാണെന്നത് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അതായത് ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. പുറത്ത് നിങ്ങൾ സാധാരണ പോലെ പെരുമാറുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആദ്യം പറയാനുള്ള പ്രധാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ അധികം വിഷമിക്കേണ്ടതില്ല എന്നതാണ്. കാരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന 3 പ്രധാന മാറ്റങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അർത്ഥം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നീണ്ട നാളുകളായിട്ട് തടസ്സപ്പെട്ടു നിന്ന കാര്യങ്ങളിൽ പുരോഗതി ആരംഭിക്കും എന്നതാണ്. നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് ഏറെ നാളുകളായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ ഓരോ തവണയും അവസാന നിമിഷത്തില് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എല്ലാം ശരിയായി പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് പോലും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് കാര്യങ്ങൾ നിർത്തിയിടുന്ന അവസ്ഥ. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടം അവസാനിക്കാനിരിക്കുകയാണ് എന്നതാണ്. തടസ്സങ്ങൾ പതുക്കെ മാറി കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ഉദാഹരണത്തിന് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ പാതിയിൽ നിൽക്കുന്ന അവസ്ഥ, വിചാരിച്ചതിലും കൂടുതൽ ചെലവുകൾ വരിക, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പ്ലാനുകൾ മുടങ്ങുക, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്താതെ നിൽക്കുക. ഇത്തരത്തില് ഏറെ നാളായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇനി വീണ്ടും ചലനം പ്രാപിക്കുന്ന സൂചനയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ മാറി തുടങ്ങുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഇത്ര നാളും നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഇനി നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ കഴിവ് തിരിച്ചറിയപ്പെടുന്ന സമയമാണ് ഇനി വരുന്നത്. ഇനി ഈ നമ്പർ കാണിക്കുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും സാമ്പത്തിക മുന്നേറ്റവുമാണ്.
സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരു വലിയ പുതുചലനത്തിലേക്ക് കടക്കാൻ പോകുന്നുവെന്ന് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അതൊരു ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ഒരാൾക്ക് കടം കൊടുത്തിട്ട് ഇനി അത് തിരികെ കിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിച്ച പണമാകാം. ഇനി അതുമല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിച്ചിരുന്ന ഒരു തുകയാകാം. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു ധനം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത ഇവിടെ ശക്തമാണ്. അതുപോലെ ചില ആളുകൾക്ക് ഒരു നിശ്ചിത തുക അത്യാവശ്യമായിട്ട് വേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ പണം എവിടെ നിന്ന് വരും എന്ന ആശങ്ക മനസ്സിൽ വലിയൊരു ഭാരമായി നിന്നു. എന്നാൽ ഇവിടെ കാണുന്നത് അതിനു വേണ്ട വഴികൾ പ്രപഞ്ചം ഇതിനകം തന്നെ നിങ്ങൾക്കായി ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ പ്രധാന സൂചന എന്ന് പറയുന്നത് ശത്രുദോഷവും നെഗറ്റീവ് എനർജിയും മാറുന്നു എന്നതാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ചില ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടിൽ ഉണ്ടായിരുന്നേക്കാം. നിങ്ങളുടെ മുന്നേറ്റം കണ്ട് അസൂയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ചിലർ. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ 69 എന്ന ഭാഗ്യസംഖ്യ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ നെഗറ്റീവ് സ്വാധീനങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന സമയമാണിതെന്നതാണ്. അതിലും പ്രധാനമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമായി ഒരു ദൈവിക കവചം പോലെയുള്ള സംരക്ഷണം ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഈ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഗ്രഹം. അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ സൂചനകൾ അടുത്ത 11 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ആ കാര്യം നടക്കാനിരിക്കുകയാണ് എന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു വാർത്തയോ ഒരു വ്യക്തിയുടെ സമീപനമോ അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്ന ചെറിയൊരു തുടക്കമോ, ഇത്തരത്തിലുള്ള വ്യക്തമായ സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഇത് വെറും യാദൃശികമല്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ സംഖ്യയുടെ വൈബ്രേഷൻ അതിനുള്ള ശക്തമായ സാധ്യതയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ആദ്യത്തെ നമ്പർ സെറ്റായ 69 തിരഞ്ഞെടുത്ത ആളുകൾക്കായുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ. ഇനി അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾ രണ്ടാമത്തെ നമ്പർ സെറ്റായ 96 ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധമായ അക്ഷയപാത്രം പോലെയാണ് എന്ന് ഇവിടെ കാണുന്നു. മറ്റുള്ളവർക്ക് എപ്പോഴും നല്ലത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ ശ്രമിക്കുന്നവരും സ്വന്തം വിഷമങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും നിങ്ങൾ. പക്ഷെ പലപ്പോഴും അതിനു പകരം നിങ്ങളെ തേടിയെത്തിയത് നിരാശയും കണ്ണുനീരുമായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത കാര്യങ്ങൾ പോലും പലർക്കും മനസ്സിലായില്ല എന്നൊരു വേദന നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വലിയൊരു സന്ദേശമുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ സങ്കടങ്ങൾക്ക് ഒരു മാറ്റം ആരംഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും നന്മ നിറഞ്ഞ മനസ്സും വെറുതെ ആയിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ പതുക്കെ ഒരു നല്ല കാലത്തിലേക്ക് നയിക്കാൻ തുടങ്ങുന്ന സമയമാണ് വരാൻ പോകുന്നത്. കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു പ്രത്യേക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന 3 പ്രധാന അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തേത് വലിയൊരു ഭാഗ്യാനുഭവം വളരെ അടുത്തു കഴിഞ്ഞു എന്നതാണ്. അടുത്ത 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കടന്നു വരാനുള്ള ശക്തമായ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ആ സന്തോഷ വാർത്ത നിങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെ സംബന്ധിച്ചതായിരിക്കാം. പക്ഷെ അതിന്റെ സന്തോഷം മുഴുവൻ വീട്ടിലേക്കും പകരുന്ന തരത്തിലായിരിക്കും. ഉദാഹരണത്തിന് ഒരു മംഗളകാര്യത്തിന്റെ തീരുമാനമാകാം, വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമാകാം, തൊഴിൽ സംബന്ധമായ നല്ലൊരു അവസരമാകാം, അല്ലെങ്കിൽ സ്ഥലം മാറ്റം, വിദേശയാത്ര, പുതിയ തുടക്കം, ഇവയിലേതെങ്കിലും ആകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് ഈ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപം കൊള്ളും എന്നാണ് ഈ സംഖ്യ കാണിക്കുന്നത്. എന്തായാലും ശരി, നിങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടി കടന്ന് ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ ഇവിടെ യാതൊരു സംശയവും കാണുന്നില്ല. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാന ഫലം എന്ന് പറയുന്നത് മാനസിക സമാധാനവും രോഗശാന്തിയുമാണ്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ഒരു ശമനം ലഭിക്കാൻ പോകുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആ ഭാരം, ആ ആശങ്ക, ആ ഉറക്കമില്ലായ്മ, ഇതെല്ലാം പതുക്കെ മാറി മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കാൻ തുടങ്ങും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സമാധാനം ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നതാണ് ഈ സംഖ്യയുടെ പ്രധാന സൂചന.
ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം പൂർത്തിയാകാനുള്ള സമയം എത്തിക്കഴിഞ്ഞു എന്നതാണ്. ഈ റീഡിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിരുന്നില്ലേ? അത് എന്തായാലും ശരി, അത് നടക്കാൻ പോകുന്നു എന്ന് വളരെ ശക്തമായി ഇവിടെ കാണുന്നുണ്ട്. ഇത് ഒരിക്കലും നടക്കില്ല, നീ വെറുതെ പ്രതീക്ഷിക്കുകയാണ് എന്ന് ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യാഥാർത്ഥ്യമാകുന്നത് കണ്ടാൽ അത് പറഞ്ഞ ആളുകൾ പോലും അതിശയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം ഇത്രനാളും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും അകറ്റി നിന്നവരും പിന്നീട് നിങ്ങളോടൊപ്പം നിൽക്കുന്നവരായി മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ നമ്പർ സെറ്റ് ആയിട്ടുള്ള 96 തിരഞ്ഞെടുത്ത ആളുകൾക്കായിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ. ഒരു ഉപസംഹാരിയായിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായിട്ട് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. നിങ്ങൾ കാത്തിരുന്ന സന്തോഷങ്ങൾ നിങ്ങളെ വേഗം തേടിയെത്തട്ടെ. അതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഭാഗമായിട്ട് ഈ വീഡിയോയുടെ താഴെ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമഃശിവായ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവനാമം എന്താണോ അത് കമന്റായി എഴുതാം. അത് ഒരു പ്രാർത്ഥന പോലെ, ഒരു പോസിറ്റീവ് എനർജി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുത്. പ്രപഞ്ചനാഥന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നന്ദി.